مساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسما في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج. അതുകൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങി ഈ നെരൂൾ ജിംഖാനയിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയും എന്നുള്ളൊരു ധാരണ പരക്കെ പരന്നുപോയി. അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ആ സുഖ ഉറക്കം കളയാതെ തന്നെ അല്പസ്വല്പം ഉറങ്ങിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഫലമുണ്ടായത് പരിപാടി തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട MP ഉണ്ടാവില്ല എന്നും പരിവാരന്മാർ ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ആൾക്കാരെ രജിസ്റ്റർ ചെയ്തപ്പോൾ 700 ചില്ലാനം ആൾക്കാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായിട്ടും സൺഡേയുടെ ഞങ്ങളുടെ ഞായറാഴ്ച കിട്ടും. ബഹുമാനപ്പെട്ട നമ്മുടെ സാവകാശവും സൗകര്യവും സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കിട്ടില്ല, എന്നാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ അതിനൊരു ആശംസകൾ അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങളിതൊരു ട്രസ്റ്റ് ഉദുമ മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാരെ ആണ് നമ്മൾ ഇതുമായിട്ട് സഹകരിപ്പിക്കുന്നത്. ഇനി അത് ഒന്നുകൂടി വിപുലീകരിച്ച് പലരുടെയും ആഗ്രഹവും പലരുടെയും താല്പര്യവും ആവശ്യവും പ്രകാരം അതിനെ നമ്മുടെ കാസർഗോഡ് ജില്ലാ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് കൂടുന്ന ഇതിൻ്റെ സംഘാടക സമിതിയും അതുപോലെ തന്നെ പ്രവർത്തക സമിതിയും ആലോചിച്ച് അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട MLA-മാർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന്. നാട്ടിലേക്കുള്ള ബഹുമാനമാണ്. നിങ്ങളെല്ലാവരും ബോംബെയിൽ അധിവസിച്ച് ജീവിച്ച് കുടുംബം പോറ്റാൻ വേണ്ടി മുംബൈയിൽ വന്നവരാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കാസർഗോഡുകാരുടെ മനസ്സിൻ്റെ അകത്തെ ഒരു കാസർഗോഡ് കൂട്ടായ്മയുടെ ആവശ്യമുണ്ടെന്ന് അതിന്റെ വികാരമാണ് കേവലം 3 മാസം കൊണ്ട് വിപുലമായ ഒരു പരിപാടി നടത്താൻ നമ്മൾക്ക് സാധിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേവലം 90 ദിവസത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പരിപാടി, അതിൽ 3 MLA-മാർ, ഒരു MP, നോർക്ക് ഓഫീസർ അറിഞ്ഞ് അവരെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി ഇവിടെ വന്ന് നമ്മളെ കാണണം. അതുപോലെ ഇവിടെ മുംബൈയിൽ മുമ്പ് ഉണ്ടായ ജോലി ചെയ്ത് അവർ ഇവിടെ വന്ന് പഴയ ആൾക്കാരിൽ നിന്ന് കാണാൻ ഉദ്ദേശിച്ചോട് വന്ന് ഈ സംഭവത്തിന് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റി. അതിന് വളരെയധികം ഒരു നന്ദി അറിയിക്കുന്നു. അതിൻ്റെ ഒപ്പം ഈ പരിപാടി ഒരു ചരിത്ര സംഭവമായി മാറിയ പടച്ചോന്റെ അനുഗ്രഹത്തിൽ അതിൽ ഞാൻ ഉൾപ്പെടുത്തതിൽ വളരെയധികം സ്തുതി. അൽഹംദുലില്ലാ. ആദ്യമായി ഞാൻ നമ്മുടെ കൂട്ടായ്മയെ പറ്റി 2 വാക്ക് പറയാം. കൂട്ടായ്മ എന്തൊരു സംഘടന, എന്തൊരു ബിസിനസ്, എന്തൊരു സംഘടനയുടെ ഉത്ഭവം ആരെങ്കിലും ഒരാളുടെ ചിന്താഗതിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 2-3 പേരുടെ ചിന്താഗതിയിൽ നിന്നാണ് ഉണ്ടാവുക. അതാണ് പിന്നീട് ലോക ചരിത്രമായിട്ട് മാറുന്നത്. അതുപോലെ നമ്മുടെ കാസർഗോഡ്, ബോംബെ കാസർഗോഡ് കൂട്ടായ്മയുടെ ഈ ഉത്ഭവം TA ഖാലിദ് സാഹിബ്, MA ഖാലിദ് സാഹിബ്, ഉൾവാസ് സാഹിബ് എന്നിവരുടെ ഒരു ടേബിളിൽ ഇരുന്നുള്ള ഒരു ചർച്ചയിൽ നിന്ന് എന്തുകൊണ്ട് കാസർഗോഡുകാരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൂടാ, എത്ര പേര് ഇവിടെ ഉണ്ട്, നമ്മളെ അവരെ എന്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൂടാ എന്ന ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ നിന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രീ TA ഖാലിദ്
CMA ഖാലിദ്, ഭാരവാഹികളുടെ എല്ലാം കൂടെ പേര് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പുതുമയുടെ ആളുകളെ ഉള്ളു ഞാൻ കൂടുതൽ കാണാറ്. അപ്പോ ബഹുമാന്യനായ മഞ്ചേശ്വരം MLA ശ്രീ AK മാസ്റ്റർ, ബഹുമാന്യനായ കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന്, ബഹുമാന്യനായ പുതുമ MLA ശ്രീ CH കുഞ്ഞമ്പു, കാസർഗോഡ് നഗരസഭയുടെ പിതാവ് ശ്രീ അബ്ബാസ് സ്പീക്കർ. സപ്തഭാഷാ സംഗമം ഭൂമിയാണ് കാസർഗോഡ്. ആ കാസർഗോഡ് നമുക്കറിയാം യക്ഷഗാനത്തിൻ്റെ നാടാണ്. ഇവിടെ സജീവ് പറഞ്ഞു, ഒരു നാടിന്റെ ചരിത്രം രൂപാന്തരപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നദീതട സംസ്കാരത്തിലൂടെയാണ് ഓരോ നാടിന്റെയും സംസ്കാരം ഉരുത്തിരിഞ്ഞത്. നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കേരളമെന്ന് കേൾക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്ന ഒരു നാടാണ് കേരളം. എല്ലാ നദികളും സമുദ്രത്തിലേക്കാണ്. ആ 44 നദികളിൽ 9 നദികൾ ഒഴുകുന്ന ഒരു നാടാണ് കാസർഗോഡ്. ചന്ദ്രഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പയസിനി പുഴയുണ്ട്, മധുവാഹിനി പുഴയുണ്ട്. പുഴകളാൽ സമ്പന്നമായ സമൃദ്ധമായ ഒരു നാട്. മാത്രമല്ല ഒരുപാട് മഹാരഥന്മാരെ സൃഷ്ടിച്ച ഒരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയുണ്ട്, കിന്നണതയുണ്ട്, കേളു വിദ്വാനുണ്ട്, അതുപോലെ തന്നെ TS തിരുമുമ്പുണ്ട്, മഹാകവി പുത്തമത്തുണ്ട്, മഹാകവി കുഞ്ഞിരാമൻ നായരുണ്ട്. സാംസ്കാരിക പൈതൃകം കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് കാസർഗോഡ്. കാസർഗോഡ് ഒരുപാട് അമ്പലങ്ങളുണ്ട്, കാസർഗോഡ് ഒരുപാട് പള്ളികളുണ്ട്, കാസർഗോഡ് ഒരുപാട് ബസ്തികളുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണ് കാസർഗോഡ്. മാത്രമല്ല കാസർഗോഡിലെ ജനങ്ങൾ കായിക പ്രേമികളാണ്, നൈസർഗികമായ കലാവാസനകൾ ഉള്ളവരാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവർ മുഴുവൻ പ്രവാസികളാണ്. പക്ഷെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവരെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു മൈഗ്രേഷൻ ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട്. സിലോണിൽ നിന്ന്, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന്, ഇപ്പോഴത്തെ മ്യാൻമർ, പഴയ ബർമയിൽ. അപ്പൊ സിലോൺ, അതുപോലെ തന്നെ ബർമ അല്ലെങ്കിൽ മ്യാൻമർ, സിംഗപ്പൂർ, മലേഷ്യ. അപ്പൊ ആദ്യത്തെ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് ആ രാജ്യങ്ങളിലേക്കാണ് പോയത്. അത് 1920 ഈ മൈഗ്രേഷൻ ആരംഭിക്കുന്നത്, ഈ കുടിയേറ്റം ആരംഭിക്കുന്നത്. 1970 ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ ആരംഭിച്ചപ്പോൾ ആ കവിതയുടെ പേര് ആസാം പണിക്കരെന്ന്. ആസാം പണിക്കാർ. 30 നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. ദാരിദ്ര്യം സഹിക്കവയ്യാതെ കേരളത്തെ ശപിച്ചു അന്നത്തെ ആളുകൾ. എന്നിട്ട് അവർ തീരുമാനമെടുത്തു ആസാമിലേക്ക് പോകണയാണ്. ആസാമിന്റെ വനാന്തരങ്ങളിൽ പാമ്പുകളുണ്ട്. ആ പാമ്പുകൾ അന്നത്തെ കാലത്ത് ആസാം മൊത്തമുണ്ട്. ആസാമിന്റെ പാമ്പുകളെ കുറിച്ച് പ്രശസ്തമാണ്. ബോംബെയിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ബോംബെയിൽ സന്ദർശിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകും. അതാണ് ബോംബെയുടെ പ്രത്യേകത. ഞാൻ അവസാനമായി കേരള നിയമസഭയിലെ നിയമസഭാ സമിതിയിലെ അംഗങ്ങളോടൊപ്പം ബോംബെ സന്ദർശിച്ചിരുന്നു. ആ സമിതിക്ക് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന് ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. ആ സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് കാസർകോട്ടുകാരായ ആളുകളാണ്. ഞാനിവിടെ കേരളീയരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് ഉണ്ട്. അപ്പൊ ഞാൻ അത് തിരുത്തുകയാണ്. കേരളീയരുടെ, പ്രത്യേകിച്ച് കാസർകോട്ടുകാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് ഈ ബോംബെ എന്ന മഹാനഗരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ബോംബെ എന്ന മഹാനഗരം ഇല്ലായിരുന്നുവെങ്കിൽ കാസർഗോഡിലെ പല വീടുകളിലും ഇന്നും ആ അടുക്കളയിൽ പുക ഉയരാത്ത ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ ഒരു
മാറ്റം കാസർഗോഡിൽ ഉണ്ടാക്കിയത് ബോംബെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോ ഈ ഗൾഫ് ഉള്ളത് കൊണ്ട് ഇപ്പൊ കാസർഗോഡ് അടക്കമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പൊ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വീടുകളൊക്കെ ഉയർന്നു വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ കാസർഗോട്ടുകാരായി ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഈ കാസർഗോട്ട് ആദ്യമായി മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ടായത് ബോംബെയിൽ നിന്ന് ചെന്ന് കാസർഗോട്ട് ബിൽഡിംഗ് പണിത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ബോംബെ ബേസ് ചെയ്തുകൊണ്ട് ബോംബെയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് പള്ളത്ത്, കാസർഗോഡ് പള്ളത്ത്. അതാണ് കാസർഗോഡ് ആദ്യത്തെ ബിൽഡിംഗ്. അദ്ദേഹത്തിന്റെ മകൻ PS മംഗലാപുരത്തുണ്ട്, ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. അപ്പൊ കാസർഗോഡ് ആദ്യത്തെ ബിൽഡിംഗ് അതാണ്. അത് ഗൾഫിലൊന്നും പോയി അദ്ദേഹം പണിതല്ല, അദ്ദേഹം ഒരു കപ്പൽ തൊഴിലാളിയായിരുന്നു. അപ്പൊ കപ്പൽ തൊഴിലാളികളും അതുപോലെ തന്നെ ബോംബെയും അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും. റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുമ്പോൾ മോണിച്ചയെ കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്, ഞാനത് പിന്നീട് പറയാം. അപ്പൊ ഹിന്ദുസ്ഥാൻ റെസ്റ്റോറന്റിലെ കബാബ് വളരെ ഫേമസ് ആണ്. സിനിമാ നടന്മാർ പോലും അവിടെ വന്ന് കബാബ് കഴിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ നക്രാജ് റെസ്റ്റോറന്റ്, ബർക്കത്ത് റെസ്റ്റോറന്റ്, കഫേ റഹ്മാനിയ, കോഹിനൂർ റെസ്റ്റോറന്റ്, ഈ പറഞ്ഞ 2 റെസ്റ്റോറന്റ് എന്റെ നാട്ടുകാരുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഓർമ്മിച്ചത്. അതുപോലെ തന്നെ മറ്റനേകം ഹോട്ടലുകൾ ഉപ്പള, കുമ്പള, മഞ്ചേശ്വരം, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ നടത്തുന്ന ഒരുപാട് നല്ല ഹോട്ടലുകൾ ഈ ബോംബെയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ ഒരു ഹോട്ടലിനെ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ നാഗ്പടയിലെ ബഗ്ദാദ് റെസ്റ്റോറന്റ്. എന്റെ നാട്ടുകാരനായ അബൂബക്കർ എന്ന ആള്, അദ്ദേഹത്തെ ചീൻച എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ ടേബിൾ ഇല്ലായിരുന്നു. ആ നമ്മുടെ നഗരസഭ ചെയർമാൻ അബ്ബാസിന്റെ ഫാദറിൻ്റെയാണ്. അദ്ദേഹം ഈ ബോംബെയിൽ നിന്നാണ് അദ്ദേഹം മുഴുവനും സമ്പാദിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു സർക്കാർ പ്രിയനായിരുന്നു അദ്ദേഹം എന്നുകൂടി ഞാൻ ഇവിടെ പോകുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട KS അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന് ഒരു സർക്കാരും ഏർപ്പെടുത്തിയത് നമ്മുടെ ബോംബെയിലെ താജ് ഹോട്ടലിലാണ്. കാസർകോട്ടുകാരായ പല ആളുകളും താജ് ഹോട്ടലിൽ കാണുന്നതും താജ് ഹോട്ടലിനകത്ത് സന്ദർശിക്കുന്നതും ആ സമയത്താണ് എന്ന കാര്യം കൂടി ഞാനിവിടെ ഓർക്കുന്നു. അതിനെ കുറിച്ച് പറയുമ്പോൾ ദിലീപ് കുമാറിന്റെ കാസർഗോഡ് സന്ദർശനമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. ആ ദിലീപ് കുമാറിനെ കാസർഗോഡ് എത്തിച്ചത് നമ്മുടെ ഏകശയായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ മെഡിക്കൽ സ്റ്റോർ നടത്തിയിരുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആ പുസ്തകത്തിൽ കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സ്മരിക്കുന്നത്. ആ പുസ്തകത്തിൽ കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സ്മരിക്കാനുള്ള ഒരു കാരണം, കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് പലരും ഇങ്ങനെ ജയിലായതുപോലെ വിസ പ്രകാരം കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി ജയിലായി. അന്ന് നിയമസഭയുടെ സ്പീക്കർ മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയായിരുന്നു. അപ്പൊ ബാബ ഹാജിയും കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയും തമ്മിൽ വളരെ നല്ല സ്നേഹവും ബന്ധത്തിലായിരുന്നു. അപ്പോ മൊയ്തീൻകുട്ടി ഹാജിക്ക് ഒരു ആഗ്രഹം, ജയിലിൽ ചെന്ന് കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സന്ദർശിക്കണം എന്ന്. അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ സെക്രട്ടറി മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയോട് പറഞ്ഞു, ഒരു വിസ തടവുകാരനെ നിയമസഭാ സ്പീക്കർ ജയിലിൽ സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ബാബാജി പറഞ്ഞു, ഒരു മനുഷ്യന് നമ്മോട് വളരെയധികം കൂറും സ്നേഹവും ആദരവും നമുക്ക് കലവറയില്ലാത്ത പിന്തുണയ്ക്ക് നൽകിയ ഒരാള് അപ്പൊ ആപത്തിൽ വരുമ്പോ ആ സമയത്തല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഏത് സമയത്താണ് അദ്ദേഹത്തോടുള്ള ബാബാ ഹാജിയായ ഞാൻ കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ ജയിലിൽ ചെന്ന് കാണുന്നു, ജയിലിൽ ചെന്ന് കണ്ടു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പിന്നീട് ഞാൻ ഈ സ്പീക്കറോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ പോയി ആ ഡീലക്സ് ലോഡ്ജിൽ വെച്ച് കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ശരീര പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ക്രൂരനായ ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ കൂടുതൽ അവസരം കിട്ടിയപ്പോൾ എത്ര നല്ല മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഈ നിയമസഭാ സെക്രട്ടറി പറയുന്നുണ്ട്. ബോംബെ നഗരത്തിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേക്കറി, നമ്മുടെ മൗലവി ട്രാവൽസിനെ കുറിച്ച് പറയുമ്പോൾ പലരും അറിഞ്ഞു. മൗലവി ട്രാവൽസിന്റെ ഉടമയായ കർമുള്ള ഹാജി അത്യാസന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ അദ്ദേഹം നടത്തിയിരുന്ന മൗലവി ട്രാവൽസ് കാസർകോട്ടുകാർക്ക് എത്രമാത്രം പ്രയോജനകരമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ കൂട്ടായ്മ നമ്മുടെ പ്രിയങ്കരനായ MP പറഞ്ഞതുപോലെ
കാസർഗോഡ് ജില്ലയുടെ ഒരു കൂട്ടായ്മ ആകേണ്ടതായിരുന്നു. പക്ഷേ ഇതിന്റെ സംഘാടകർ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ചേശ്വരം മണ്ഡലം, കാസർഗോഡ് മണ്ഡലം, ഉദുമ മണ്ഡലം. അതാണ് 3 ചായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ SSLC ആണെന്ന് തോന്നുന്നു പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ബോംബെ കാണാൻ വന്നത്. അപ്പൊ ബോംബെ കാണാൻ വരുമ്പോൾ എന്നോട് നാട്ടുകാർ പറഞ്ഞു, ബോംബെയിൽ പോയാൽ ഏത് ബുദ്ധിമുട്ട് സഹിച്ചായാലും മാലും നൈസാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ബോംബെയുടെ അധിപതി, എല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും വല്ലാത്തൊരു മോഹം വന്നു, ഈ മാലും നൈസാറിനെ കാണണമെന്ന്. അപ്പൊ മാലും നൈ സാഹിബ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരാൾ പണ്ട് ബോംബെയിൽ വന്നപ്പോൾ ആദ്യം BSc ബസ് 2 തട്ടിന്റെ ബസ് കണ്ടപ്പോൾ ചോദിച്ചു ഒരാളോട്, മലയാളം അറിയാത്ത ഇന്ത്യക്കാരനോട്, ഇതാരുടേതാണ് മലയാളത്തിലാണ്. അയാൾ പറഞ്ഞു മാലും നൈസാർ. വലിയ കെട്ടിടം കണ്ടു, ചോദിച്ചു ഇതാരുടേതാണ്, മാലും നൈസാർ. അങ്ങനെ പലത് കണ്ടപ്പോൾ ചോദിച്ചു ഇതാരുടെ, മാലും നൈസാർ. അപ്പൊ ഇയാൾ വിചാരിച്ചു മാലും നൈസാർ ഇത്രയും വലിയ ആളാണോ. കാസർഗോഡിന്റെ ഒറിജിനൽ സംഘവും അംഗമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു തുളുനാടൻ സംഘവുമാണ്. ഇത് എന്നെ വിളിച്ചത് ഉറപ്പായി മഞ്ചേശ്വരം ഉദുമ MLA തന്നെ ഞാൻ വിളിച്ചത്. പക്ഷേ ഞാൻ പങ്കെടുക്കുന്നത് ഉദുമ MLA ആയിട്ടല്ല, മഞ്ചേശ്വരത്തെ XML ആയിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. കൊല്ലത്തുനിന്ന് വന്ന് കാസർഗോഡ് അദ്ദേഹത്തെ വിശ്വകരമാക്കി. അതുപോലെ തന്നെ ഒന്നുമല്ലാതിരുന്ന ഞാൻ കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് പോയി മത്സരിച്ച് ജയിച്ചപ്പോഴാണ് എന്നെ അറിയപ്പെട്ടത്. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് പുരമ്പോട് മഞ്ചേശ്വരത്ത് നാം പരമാവധി ചെയ്തു. മഞ്ചേശ്വരത്ത് പിന്നീട് തോൽക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നല്ല വിജയത്തിന്റെ പിന്നെ നിൽക്കുന്നത്, അത് രാഷ്ട്രീയമാണ്. അതുപോലെ കേരളത്തിൽ പോലെ ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ച ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന 2 കാര്യമാരുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ ഒരുമിച്ച് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് കാലിന് ബോംബെയിൽ വന്നപ്പോൾ വലിയ വ്യവസായിയായി. കാലിന് കാസർഗോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവാകുമായിരുന്നു, MLA അംഗമായിരുന്നു. അപ്പോൾ കാലിന് അത് നഷ്ടപ്പെടുത്താറല്ലേ എന്നെ ചാൻസ് പോകുമായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ഞാൻ SFI, കാലിന് MSF നല്ല ലീഡറായിരുന്നു. കാലിന് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ കാലിന് വ്യവസായവും വാണിജ്യവും ഒക്കെ വന്നപ്പോൾ മഹാനഗരത്തിലേക്ക് വരേണ്ടി വന്നു. അവിടെ കാലിന് ആസ്വദിക്കാനില്ല. എന്ന കാലത്ത് മഞ്ചേശ്വരക്കാരനാണ്, നന്നായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, വലിയ വ്യവസായിയും അറിയപ്പെടുന്നതാണ്. ഞാൻ ആളുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ബോംബെയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കാസർഗോഡുകാരോടും മഞ്ചേശ്വരക്കാരോടും ഉദുമക്കാരോടും ഒക്കെ നല്ല സ്നേഹമുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചു. അത് വളരെ നന്നായി. നിങ്ങളെല്ലാം ഒന്ന് കാണാനും. ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നല്ല സ്ഥിതിയെ നോക്കിയതാണ്. അത് ഞാനൊന്ന് ഇനി ഞാൻ ബാംഗ്ലൂർ പോകാൻ നിശ്ചയിച്ചൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റു പറയാൻ ഞാൻ ഇവിടെ അത് നഷ്ടപ്പെട്ടു. അടുത്ത ആഴ്ച അസംബ്ലി തുറന്നുകൊണ്ട് ബാംഗ്ലൂർ പോകാൻ ബാംഗ്ലൂരാണുള്ളത്. അവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കാത്ത സ്ഥിതി വന്നു. അത് പോകട്ടെ. ഏതായാലും ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ കാര്യങ്ങളിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ബോംബെയെക്കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കും. ചരിത്രത്തിൽ അടയാളം രേഖപ്പെടുത്തുന്ന ഒരു സംഗമത്തിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഉദ്ഘാടന ഭാഷണത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വളരെ മനോഹരമായി ഒരു പ്രസംഗം ഇവിടെ നടത്തുകയുണ്ടായി. അതിനുശേഷം എന്നെ ലഭിക്കുന്ന മുംബൈയിലെ അനുഭവം വെച്ച് നല്ല ഫലിതത്തോടു കൂടി ഒരു വലിയ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ആയവരൊക്കെ ഈ ഒരു ന്യായം ഞങ്ങളുടെയൊക്കെ ഡയറിയിൽ MP-യുടെയും MLA-മാരുടെയും 10, 15, 20ഓളം പ്രോഗ്രാമുകൾ മാറ്റിവെച്ച് ഈ ന്യായം നിങ്ങളുടെ കൂടെ ചെലവിടാൻ വന്നത് നിങ്ങളുടെ ഈ വലിയ മുന്നേറ്റത്തിന് സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത്. ഞാൻ മുംബൈയുടെ കുഞ്ഞുനാളിൽ എൻ്റെ നാട്ടുകാർക്കറിയാം, ഉപ്പളയിലെ പച്ചക്കറി അമ്പാച്ചാൻ്റെ ഷോപ്പിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ബോംബെ ബസ്സുകളും പാർല ബിസ്ക്കറ്റിൻ്റെ മനോഹരമായ പരിമളവും പാർല ടിന്നും അതൊക്കെയാണ് മുംബൈയിൽ നിന്ന് ഓർമ്മ വരുന്നത്. വെക്കേഷൻ കിട്ടുമ്പോൾ നാട്ടിലെ കുട്ടികൾ സഹപ്രവർത്തകരുമായി ഞാൻ 2 മാസത്തേക്ക് മുംബൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ചോദിക്കും എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ പറയും അതവിടെ കച്ചം പറഞ്ഞ് നിൽക്കാൻ പറയുന്നത്. അപ്പൊ കച്ചം പറഞ്ഞ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആ 2 മാസം കൊണ്ട് ഇവൻ മണിമണിയായി ഹിന്ദി പഠിച്ചിട്ടുണ്ടാകും. 80കളുടെയും 90കളുടെയും ഹിന്ദി
പഠന കേന്ദ്രവും ഹിന്ദി പഠനശാലയും മുംബൈയിലെ ഇത്തരത്തിലുള്ള എൻ്റെ നാട്ടിലെ ഹോട്ടൽ വ്യവസായത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതല്ലാത്തൊരു കാസർഗോഡുണ്ട്. ഭാഷകളുടെ, കലകളുടെ, സംസ്കാരങ്ങളുടെ, മതേതരത്വത്തിന്റെ, മാനവികതയുടെ കാസർഗോഡ് എന്ന് പറയുന്നതിനപ്പുറം 965 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നു. കാസർകോട്ടെ ഗവൺമെന്റ് കോളേജിൽ മാത്തമാറ്റിക്സ് ഡിഗ്രി പൂർത്തിയാക്കിയ ആഷിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പിതാവിന് നല്ല സ്വപ്നങ്ങളുണ്ട്. തളങ്കരയാണ് അവരുടെ വീടും കുടുംബവും. ആഷിം പിതാവിനോട് പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി പട്ടാളത്തിൽ ചേരാനാണ് ഉപ്പ എന്ന് പറയുന്നത്. ഉപ്പ മോന് സപ്പോർട്ട് ചെയ്ത് ആഷിമിനെ പട്ടാളത്തിലേക്ക് ചേർക്കുന്നു. പട്ടാളത്തിൽ ചേരുന്നു. 2 വർഷം സേവനം ചെയ്ത് ആഷിം നാട്ടിലേക്ക് മടങ്ങുന്നു. അവര് ആഷിമിന് വേണ്ടി ഒരു പെണ്ണൊക്കെ റെഡിയാക്കി കല്യാണത്തിന്റെ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. ഉടനെ ഇന്ത്യയുടെ ആസ്ഥാനത്ത് നിന്ന് ആഷിമിനെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ള വാർത്ത കേട്ട് തിരിച്ചു വിളിക്കുന്നു. പെണ്ണ് കാണൽ ഫിക്സ് ചെയ്ത ആഷിം എന്ന് പറയുന്ന തളങ്കരയിലെ കാസർകോട്ടുകാരൻ പട്ടാള ക്യാമ്പിൽ ആഷിമിന്റെ വിടുപിടി കണ്ടപ്പോ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആഷിം, ഈ 31 അംഗ സൈനികരെ നീ നയിക്കണം, നീയാണ് നായകൻ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് പാകിസ്ഥാനുകാരനെതിരെ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതി മരിച്ച് ഇന്നും കാസർകോട്ടുകാർക്ക് ത്രിവർണ്ണ പതാക പുതപ്പിച്ച മൃതദേഹം ഏറ്റുവാങ്ങാത്ത ആഷിമിന്റെ ജില്ലയുടെ കാസർകോട്ടുകാരാണ് മുംബൈയിൽ ഒരുമിക്കുന്നത്. കാസർകോട്ടെ ഒരു ജ്വല്ലറി, നല്ല തിരക്കുള്ള ദിവസം, ജ്വല്ലറിയുടെ ക്യാഷറിന് മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ കണ്ണ് കലങ്ങി നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീ കാറിൽ നിന്ന് വന്ന് നാളെ തന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് സെയിൽസ്മാൻ എല്ലാ ഓർണമെന്റ്സും കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇടക്കിടക്ക് ക്യാഷറിന് മുമ്പിൽ കെഞ്ചുന്ന, യാചന നടത്തുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ഈ സ്ത്രീ ശ്രദ്ധിക്കുന്നു. ക്യാഷറിനോട് പറയുന്നു, എന്താണ് ഇയാളുടെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, 6 മാസമായി മകളുടെ കല്യാണത്തിന് സ്വർണം കൊണ്ടുപോയി പൈസ തന്നിട്ടില്ല. ഞാൻ ഇന്ന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ജ്വല്ലറി നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്തായാലും ഇയാൾ എല്ലാ ദിവസവും അവധി ചോദിക്കുന്നു, എനിക്ക് സ്വർണം തിരിച്ചു തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ആ സ്ത്രീ ആ മനുഷ്യനെ നോക്കുന്ന ക്യാഷറിനെ നോക്കുന്നു. ഉടനെ ബാഗിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് എടുത്ത് ക്യാഷറിന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുന്നു, ഇയാളുടെ കടം തീരുമോ എന്ന്. ക്യാഷർ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പറയുന്നു, ഇത് പോരാ മാഡം. 2 കൈയിലുള്ള 2 വളയെടുത്ത് ആ ക്യാഷറിനെ ഇതുകൊണ്ട് തീരും. ആരോടും പറയാതെ ആ സ്ത്രീ ക്യാഷറിനോട് പറയുന്നു, എന്റെ നാളെയുടെ കുട്ടിയുടെ ജന്മദിനം ഞാൻ ഇതുകൊണ്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ കാസർഗോഡിന്റെ മാനവികതയുടെ, ആരും അറിയാത്ത ഒരു സ്ത്രീയുടെ കഥയുള്ള കാസർഗോട്ടുകാർ ഒന്നിക്കുന്ന കൂട്ടായ്മ. മഞ്ചേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും അതിർത്തിയിൽ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിയായ മനുഷ്യൻ, കാശിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കാശി. ഭട്ടർ കിമങ്കാറിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാതിലിന് പുറത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാത്തു നിൽക്കുന്നു. കൈക്കുപ്പിക്കൊണ്ട് പറഞ്ഞു, ഭട്ടറെ കോടതി പാർസഡ് എന്നെ ഇന്ന് പോണ്ട് യാല്ല ചോക്കില് വളരെ കഷ്ടട്, ഞങ്ങളൊരു പ്രയാസപ്പെട്ട് രാവിലെ വരെ തള്ളി നീക്കിയതൊരു പീഡികക്കെണ്ണയിലാണ്. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് കാശി യാത്രക്ക് കരുതി വെച്ച തുക എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോയി ആ വീടൊന്ന് റിപ്പയർ ചെയ്ത് നിങ്ങളുടെ കുടുംബം ആ വീട്ടിലേക്ക് മാറിക്കൊണ്ടു. ചന്ദ്ര പറഞ്ഞു, ഭട്ടറെ നിങ്ങൾ കാശിയിലേക്ക് പോകുന്ന മനുഷ്യരുടെ ഇതെനിക്ക് വേണ്ട. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് പറഞ്ഞു, എന്റെ കാശി യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു, എന്റെ കാശിയിലെ പ്രാർത്ഥന ഇതാണെന്ന് പറഞ്ഞു തുടങ്ങിയ ആ മനുഷ്യൻ, ചന്ദ്രന്റെ വീട് റിപ്പയറിലൂടെ തുടങ്ങിയ ആ മനുഷ്യൻ ഒരു വീട് പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തു. അത് 10 അത് 100 അത് 200 അത് 300 അത് 350. ഇന്ത്യയുടെ ഭൂപടത്തിൽ
അംബാനിമാരുടെ, അദാനിമാരുടെ, രത്തൻ ടാറ്റയുടെ ഒക്കെ ചരിത്രമെടുക്കുമ്പോൾ സാധാരണ കാർഷിക വരുമാനത്തിൽ നിന്ന് 350 വീട് ജാതിയും മതവും നോക്കാണ്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു മനുഷ്യന് ജന്മം നൽകിയ ആ മനുഷ്യന്റെ നാട്ടുകാരാണ് മുംബൈയിൽ ഒരുമിച്ച് കൂടിയത്. ഈ 3 കഥ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം നന്മകൾ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള ചേർത്ത് നിർത്തലുകളുടെ ഒരു തുടക്കമാണ് ഇവിടെ നിന്ന് ഈ കൂട്ടായ്മയിൽ ആരംഭിക്കുന്നത്. മുംബൈയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട MLK ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല, പൂർത്തിയാക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് പാറ സാഹിബ് അടക്കമുള്ള കണ്ടതും കാണാത്തതുമായ ധാരാളം ആളുകളുടെ മുഖം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കാലിച്ചാന്റെ കൂടെ ഇവിടെ സംഘാടകരായി ഞങ്ങളെ സ്വീകരിക്കാൻ ഏറ്റവും മുന്നിൽ ഉണ്ടാകുമായിരുന്നു. മറ്റൊരു മേഖലയിലേക്കും കടക്കുന്നില്ല. തീർച്ചയായും ഇതൊരു തുടക്കമാണ്. എല്ലാവിധ വിജയാശംസകൾ നേരുന്നു, പിന്തുണ നൽകുന്നു. വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MP, അതുപോലെ തന്നെ ബഹുമാന്യനായ കാസർഗോഡ് മണ്ഡലം MLA ശ്രീ കുഞ്ഞൻ സാർ, അതുപോലെ തന്നെ ഉദുമ MLA ശ്രീ കുഞ്ഞമ്പോൾ, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA KTM അഷ്റഫ്, മറ്റു പ്രിയപ്പെട്ട പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, നിങ്ങളോട് അതിൻ്റെ ഒരു ആശയവിനിമയം നിങ്ങളുടെ കൂടെ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയിക്കുന്ന നമ്മുടെ മാറുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമില്ല. അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മുടെ ഈ ബോംബെ കാസർഗോഡ് കൂട്ടായ്മയ്ക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാസർഗോഡ് ചെയ്യാനില്ല. കാസർഗോഡിന് ഇപ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. കാസർഗോഡ് പാങ്ങുള്ള ബജാർ, ചേരുള്ള ബജാർ എന്നുള്ള ടൈറ്റിലിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ഒരു ബീച്ച് ഫെസ്റ്റ് നടത്തണമെന്ന്, നമ്മുടെ കടപ്പുറം ബീച്ച് ഫെസ്റ്റ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതൊക്കെ നിങ്ങൾ കൂടെ ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സമയം നമുക്കില്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് അതിനുള്ള സമയം ലഭിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞ് നമുക്ക് കാസർഗോഡ് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പിന്തുണ നമ്മുടെ ഈ കാസർഗോഡ് കൂട്ടായ്മയിൽ കൂടി ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ആ കൂട്ടായ്മയിൽ 250 പേരാണ് പ്രവർത്തനം എങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ കൂട്ടായ്മയുടെ ഒരു തുടക്കം. അതാണ്. അപ്പൊ ആ അത്തരത്തിൽ നിങ്ങളുടെ കൂടെ ഒരു പ്രവർത്തകനായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചതിന് ശേഷം ആ പ്രസംഗത്തിൽ കിടക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട MP, MLA മാർ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് ആയിരുന്നപ്പോഴത്തേക്ക് തന്നെ T. അബ്ദുള്ള എന്നാണ് എനിക്ക് കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇല്ല. അദ്ദേഹമാണ് എപ്പോഴും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ഫോളോ അപ്പിന് വേണ്ടി അവിടെ എപ്പോഴും വരാറുണ്ട്, കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് എനിക്കിപ്പോഴുള്ളത്. പിന്നെ ഒന്ന് എന്റെ ജനുവരി 12 എന്റെ ഉമ്മയുടെ മരണപ്പെട്ടിട്ട് 3 വർഷം കഴിയുന്ന അങ്ങനെ ഒരു ഓർമ്മ. അങ്ങനെയാണ് ജനുവരി 12 ഒരു ഓർമ്മ. അപ്പൊ എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഈ കാസർഗോഡിന്റെ കൂട്ടായ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഞാൻ ഈ പ്രധാനമായിട്ട് പറയാനുള്ളത് നോർക്ക എന്തൊക്കെ സ്കീമുകൾ, എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു, നടപ്പിലാക്കുന്നു, അത് നമ്മുടെ ഏത് സർക്കാരായിരുന്നാലും നമ്മുടെ അവകാശമാണ്. അപ്പൊ അതിലെല്ലാവരും പങ്കുചേരാനും നമ്മുടെ ആദ്യം നിങ്ങളുടെ ID കാർഡ് എടുക്കുക. ID കാർഡിന് വേറെ മറ്റൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ 3 കൊല്ലത്തേക്കാണ് ഈ പ്രവാസി ID കാർഡ്. ആ പ്രവാസി ID കാർഡ് നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രവാസിയാണെന്നുള്ളതിനുള്ളൊരു തെളിവായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം നേടാം. 200 രൂപ അംശാദായം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് 3000 രൂപ പെൻഷൻ. അത് ഇപ്പോഴും നമ്മൾ വളരെ ചെറുതായിട്ട് തോന്നും. തീർച്ചയായിട്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു മീഡിയം ഫാമിലിക്ക് നമുക്കൊരു 3000 രൂപ പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ്. 200 രൂപയേ ഉള്ളൂ. അതും ഓൺലൈനായിട്ടാണ് നമ്മൾ ചേരേണ്ടത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നീട്ടുന്നില്ല. സംഘാടകരുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഒരു ചെറിയ ഡെസ്ക് നമ്മളവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാശിയിലാണ്, കേരള ഹൗസിലാണ് നമ്മുടെ ഓഫീസുള്ളത്. ആ ഓഫീസിൽ ബന്ധപ്പെടുക, എന്നെ നേരിട്ട് വിളിക്കാം. നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെ ഒരുപാട് സംശയങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ 40 ആൾ ഉള്ളപ്പോഴത്തേക്ക്
ഓഫീസർ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ ഒരു സംശയം കാണും. ഇവിടെ ജോലിയുള്ളവരെന്നല്ല, നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ കുടുംബത്തോടെ താമസിക്കുന്നവർക്ക് ആ അംഗത്വം നേടണം. അങ്ങനത്തെ സ്കീം നമുക്ക് ഇവിടെ മടങ്ങി പോകുന്നവർക്കുള്ള സ്കീം, അത്തരത്തിലുള്ള എല്ലാ സ്കീമുകളും നിങ്ങൾ പരിചയപ്പെടണം. norca.org എന്ന് പറയുന്ന സൈറ്റ് ഒന്ന് സന്ദർശിക്കുക, അല്ലെങ്കിൽ മക്കളടുത്ത് പറയുക, എന്താണെന്ന് നോക്കുക. ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ മറ്റൊന്നും കടക്കുന്നില്ല. എല്ലാ ഭാവങ്ങളും എന്ന് വെച്ചാൽ ഈ 3 മാസം കൊണ്ട് ഞാൻ ഈ 5 ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാസർഗോഡ് ഈ ഉൾവാസ് സാഹിബും കാലി സാഹിബും ഒക്കെ എന്തുമാത്രം ഈ സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളാണ്. എന്താവശ്യത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു മിസ്സിംഗ് കേസ് ഞാൻ എന്റെ മൂവാറ്റുപുഴയിലുണ്ട്. അതിന്റെ ഒരു സ്പീഡപ്പും ആളുകളുടെ ആവേശം, ആ ഗ്രൂപ്പിലുള്ളവർ ആ ഗോവയിൽ നിന്ന് അവരെ കണ്ടെത്തുന്നത് വരെ അവർ നിൽക്കാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പരമാർത്ഥം. അത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്, ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. മിക്കവാറും ഈ ഉൾവാസ് സാഹിബിന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്നത് ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഒരു യോഗത്തിലാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്നത്. അതിൽ നിന്നാണ് ഈ കാസർഗോഡ് കൂട്ടായ്മ ഉണ്ടാവാൻ തന്നെ കാരണം. എന്റെ പലപ്പോഴും വാസി ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉൾവാസ് സാഹിബ്. അപ്പൊ അവരെ തീർച്ചയായിട്ടും ഈ അത്തരത്തിലുള്ള സംഘാടകരുടെ നേതൃത്വം നിങ്ങളുടെ ഈ കൂട്ടായ്മ വൻ വിജയത്തിലെത്തിക്കും. ഭാവിയിൽ എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് കരുത്തുണ്ടാവട്ടെ. ആ കൂട്ടായ്മ നിലനിൽക്കട്ടെ. കുടുംബത്തിനും സമൂഹത്തിനും മുംബൈക്കും കാസർഗോഡിനും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മുംബൈയിലുള്ള നിങ്ങളെയൊക്കെ നന്നായി അറിയാം. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പിന്തുണയും നേരുന്നു. കൊങ്ങണിയും അറബിയും ഒക്കെ ആലോചിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് കടന്നു വന്നത്. പക്ഷേ പ്രവാസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് പഴയ കാലത്ത് തന്നെ നമ്മൾ തുടങ്ങിയത്. നേരത്തെ ഒന്നിത്താൻ സാറിനെ സൂചിപ്പിച്ച പോലെ പേർഷ്യയും ബർമയും ശ്രീലങ്കയും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ബോംബെയിൽ കടന്നു വന്ന് ദാരിദ്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ ഉപയോഗിച്ചത്. പക്ഷേ കാസർഗോഡ്, മഞ്ചേശ്വരം പൊതുമണ്ഡലങ്ങൾ അവരുടെ വ്യക്തിത്വങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് നേരത്തെ AK മഷഫുക്കെ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ നൂലികകൾ ചേർത്തുകൊണ്ട് നമ്മളൊക്കെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ സംഗമമാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ നഗരങ്ങളിലൊന്നായി ബോംബെ നഗരത്തിൽ വെച്ച് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിലൊന്നും തന്നെ കിടക്കുന്നില്ല. ഇതിൻ്റെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടുള്ള സംഘാടകർ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വലിയ പരിപാടി ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. 100 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാൻ കടന്നുവന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംഘടന പഴയ സുഹൃത്താണ്. ഞാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് ഞാനും വരുന്നുണ്ട് പരിപാടിക്ക് നിങ്ങളെ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ബോംബെയിൽ 10-20 വർഷം എനിക്ക് റൂമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ചെമ്പിരിക്ക മാണിയിലത്ത് വെച്ചാൽ നടന്ന ആളുകൾ. അത് ഞാൻ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞാൻ ഒരു തുഫയിലാണ്. എന്നാലും ക്ഷണിച്ച് എല്ലാവർക്കും എൻ്റെ സാഹിബ് പ്രസിഡന്റ്, സെക്രട്ടറി ഉദാർ സാഹിബ്, ട്രഷറർ ഫിറോസ് റഹ്മാൻ, ബാക്കി എൻ്റെ സഹപ്രവർത്തകർ സുലൈമാൻ മർച്ചൻ, ബാക്കി എൻ്റെ സഹപ്രവർത്തകർ 3 മാസത്തോളായി തുടങ്ങി ഇത്ര പരിപാടി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ അസർ മുല്ല മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ ലബിയൽ മദമ ഉദിച്ചുള്ള മധുരമിത അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈത അസർ മുല്ല മലര് നബി നബി ഹബീബിയ
വേണ്ടി ഉദ്ഘാടന പ്രസംഗം. ആ ചെലവിലുള്ളത് എല്ലാവരും അറിഞ്ഞ് വിളിച്ച് ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ അമ്പിളിപ്പൂവേ നബിയ അമ്പർ ചിന്തും നിധിയ അമ്പിളിപ്പൂവേ നബിയ അമ്പർ ചിന്തും നിധിയ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസറുള്ള മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയ മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസറുള്ള മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയ അസറുള്ള മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ ലബിയൽ മദമായി ഉദിച്ചുള്ള മധുരമിത അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈത അസറുള്ള മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയ പിന്നെ നമ്മൾ ബോളിവുഡിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് കാരണം പാടുന്നത് നേരത്തെ പറഞ്ഞു ശബ്ദം يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.